പ്രബുദ്ധ മലയാളികളെ പൊട്ടിച്ചേക്കല്ലേടാ അങ്ങനെ പറയുന്നത് നിസ്സഹായ അവസ്ഥ കൊണ്ടാണ്. കാര്യം 2022 ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ആലോചിച്ചു, ഇത് മോളിവുഡിൻ്റെ ഒരു ഗെയിം ചേഞ്ചർ ആകും, 100 150 കോടിക്ക് കൂടുതൽ ഈ സിനിമ മോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സിനിമ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് ഒരു 50 കോടി പോയി കയറിയത്. പടം ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്, എല്ലാം ഓക്കെയാണ്. പടത്തിൻ്റെ പേര് തല്ലുമാല എന്നാണ്. പക്ഷേ ആ സിനിമയുടെ ടെക്നിക്കൽ ക്രൂവും കാസ്റ്റും ഒക്കെ എടുത്തേക്കുന്ന എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ അത് 100 കോടി അന്നേ ഡിസർവ് ചെയ്തിരുന്ന പടമാണ്. അതിന് ആ ഒരു അവസ്ഥ വരാൻ, അല്ലെങ്കിൽ അതൊരു 50 കോടിയിൽ ഒതുങ്ങിപ്പോകാനായിട്ടുള്ള കാരണക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രബുദ്ധ മലയാളികളാണ്. ഈ സ്ക്രിപ്റ്റ് നോക്കി, ഈ കഥ നോക്കി സിനിമ കാണുന്നവർ. ഇവന്മാർ അങ്ങനെ കാണേണ്ട സിനിമകൾ നിങ്ങൾ അങ്ങനെ കണ്ടോ? പക്ഷേ ചില സിനിമകൾ അത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ഗ്രാൻഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രമാണ്. തല്ലുമാല ആ ഒരു ടൈപ്പാണ്. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അത് 100 അതിന് മേലെ കയറിപ്പോയനെ. ചത്താപ്പച്ച, നമ്മൾ വിഷയത്തിലേക്ക് വരുവാണ്. ചത്താപ്പച്ച ഈസ് മെയ്ഡ് ഫോർ ദി ഗ്രാൻഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അതിന് വേണ്ടി തിയേറ്ററിലേക്ക് പോവുക, അതിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പൈസ വസൂലാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ 2024 മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ഹിറ്റ് കണ്ടു തുടങ്ങിയത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിനകത്ത് മമ്മൂക്കയുടെ സാന്നിധ്യമുണ്ട്. 2025 എടുത്ത് നോക്കുകയാണെങ്കിൽ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിലും മമ്മൂക്കയുടെ ഒരു സാന്നിധ്യമുണ്ട്. ഇനി 2026 ഈ വർഷം മമ്മൂക്കയുടെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത ഹിറ്റ് സംഭവിച്ചിരിക്കുന്നു. ചത്താപ്പച്ച ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കും, സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കും, ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് എത്രയൊക്കെ കുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്താലും, ഇപ്പോൾ ബബ്ബയുടെ ക്ഷീണം തീർക്കാനായിട്ട് ലാൽ ഫാൻസിൻ്റെ ഡീഗ്രേഡിങ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത് കത്തും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയാലാ? ഹലോ സിനിഫാൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ആദ്യമേ പറയുന്നു, ഈ റിവ്യൂവിൽ പ്രത്യേകിച്ച് ഒരു സ്പോയിലേഴ്സ് ഉണ്ടാകത്തില്ല. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ആദ്യമേ എടുത്ത് പറയേണ്ടത് കാസ്റ്റിംഗ്. ക്രൂവിനെ കുറിച്ച് വേറെ പറയണം, ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് അത് എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ കാസ്റ്റിംഗ് ഞാൻ ഇവരിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി അർജുൻ അശോകൻ, വൈശാഖ്, അതിനേക്കാൾ ഇരട്ടി ഡോസിൽ റോഷൻ. ഇരട്ടി ഡോസ് എന്ന് പറഞ്ഞാൽ ഓറ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കും. നിങ്ങൾക്ക് തോന്നുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഈ റിവ്യൂവിൽ പറയുന്നുള്ളൂ. പിന്നെ സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ ആ ഒരു എഡിറ്റിങ്, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം കണ്ട് നിങ്ങൾ അന്തം വിട്ട് കിടുങ്ങിപ്പോയിരിക്കും. കാര്യം ഇതൊന്നും ഇത്രയും നാളായിട്ട് നമ്മുടെ ഇവിടെ ഈ ഒരു തീം യൂസ് ചെയ്തില്ല എന്ന് പറയാൻ നേരത്ത്, കാര്യം ഇത്രയും കൾട്ട് ഫാൻ ബേസ് ഉള്ള ഈ ഒരു സംഭവം യൂസ് ചെയ്തില്ല എന്ന് പറയാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇതിലൂടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, കൊച്ചിക്കാർക്കൊക്കെ കുറച്ച് കൂടുതൽ ആവേശം വരാൻ സാധ്യതയുണ്ട്. കാര്യം അവരുടെ ആ ഒരു മട്ടാഞ്ചേരി സ്ലാങ്ങും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള പരിപാടി ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ആവേശം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി മമ്മൂക്കയിലേക്ക് വരാൻ നേരത്ത് എന്താ പറയുക, മമ്മൂക്കയുടെ എൻട്രി അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് സീൻസ് ഉണ്ട്, ഒരു ഇമോഷണൽ സീൻസ് അടിപൊളിയായിരുന്നു. പിന്നെ പുള്ളിക്കാരന് മൊത്തത്തിൽ ഡയലോഗ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാൻ നേരത്ത് എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമാണ് തോന്നിയത് എന്ന് ഞാൻ വിചാരിച്ചോളാം. എന്നെ വന്ന് തിരുത്തണ്ട, കുറ്റം പറയണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നൂലായിരിക്കും. അപ്പം നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ടിട്ട് വിലയിരുത്തിക്കോ, ഓക്കെ ആണോ അല്ലേ എന്ന്. ഇത് മമ്മൂക്കയുടെ സിനിമയിലല്ലോ, മമ്മൂക്കയുടെ ഒരു ഗസ്റ്റ് റോൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ബിഗ് എംസ്, അതായത് മമ്മൂക്ക, ലാലേട്ടൻ, ഇവർ രണ്ടുപേരും ഗസ്റ്റ് റോൾ ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് ഇവരുടേതായിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം മമ്മൂക്ക ഓസ്ലറിൽ അന്ന് ഗസ്റ്റ് റോൾ ചെയ്തു, അത് ഒരു ആവശ്യമില്ലായിരുന്നു തോന്നിയിട്ടുണ്ട്. കാര്യം എൻട്രി നല്ല ഗ്രാൻഡ് ആയിരുന്നു. പിന്നെ കുറേ നരേഷൻ നടത്താനായിട്ട് പുള്ളിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്തിനായിരുന്നു? അതുപോലെ തന്നെ പുള്ളീനെയൊന്നും ഗസ്റ്റ് റോളിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് പുള്ളിയുടെ ഗസ്റ്റ് റോൾ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്ന് കുത്തിക്കയറ്റുക. ബബ്ബയിൽ ലാലേട്ടനെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റിയ പോലെയൊന്നും ഇനി ലാലേട്ടനൊന്നും ഒരാളും അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ചത്താപ്പച്ചയിൽ മമ്മൂക്ക ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂക്കയ്ക്ക് ആദ്യം തൊട്ട് ഈ സിനിമയിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഈ വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോയി അവിടെ എത്താൻ നേരത്ത് അത് അതിനനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മോശം എന്നൊരു അഭിപ്രായം ഇല്ല. അത് അനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. സോ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാര്യം ഇതുപോലുള്ള മാസ് എൻ്റർടൈനേഴ്സ്, ഇതുപോലുള്ള ആക്ഷൻ എൻ്റർടൈനേഴ്സ്, ഇതുപോലുള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ വിഷ്വലിയും അതിൽ ഗ്രാൻഡ് പരിപാടി നടത്തുന്ന പടങ്ങൾ മോളിവുഡിൽ റയറായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചാൻസ് ചില മണ്ടന്മാരുടെ സ്ക്രിപ്റ്റ് കഥ നോക്കിയുള്ള റിവ്യൂ കണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും ആ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നഷ്ടമായി പോകാൻ പോകുന്നത്. സോ ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഒൺലി ഓൺ തിയേറ്റർ. 4 ഇഞ്ച് സ്ക്രീനിൽ കാണാൻ നോക്കല്ലേ. ഒരു പരിപാടിയും കിട്ടത്തില്ല, ഒരു സംശയമില്ല. 4 ഇഞ്ച് സ്ക്രീനിന് പറ്റിയ പടമല്ല ഇത്, OTTക്ക് പറ്റിയ പടമല്ല, ഒൺലി ഫോർ തിയേറ്റർ. സോ ഗോ ആൻഡ് വാച്ച്.
പിന്നെ ഇപ്പം ഇതിൻ്റെ ബുക്കിംഗ് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം പടം ആ രീതി കത്തിയുടെ കത്തി പോയി നോക്ക് ബുക്ക് മൈ ഷോ. അപ്പോൾ ബൈ ബൈ. പടം കണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടുക. പോയി കാണുക. ബൈ ബൈ.